ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. മല്ലാത്ത് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോണ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ആന്ധ്ര ഡിഷാണ് പരിപ്പ് പൊടി. അപ്പോൾ അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്കതിന് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യം തന്നെ എന്തൊക്കെയാണെന്ന് നോക്കാം. പരിപ്പ്, തുവരം പരിപ്പ് എടുത്തിട്ടുണ്ട്, കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട്, ചെറുപരിപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ പൊട്ടുകടല എടുത്തിട്ടുണ്ട്, ഉടച്ച കടല എന്ന് പറയും, അതെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഇത് ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഉണങ്ങിയ കരിവേപ്പില, പിന്നെ പെരിങ്കായം ഒരു കഷ്ണം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയേ ഉള്ളൂ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ചോറിൽ കൂട്ടി കഴിക്കാനൊക്കെ നന്നായിട്ടിരിക്കും. അപ്പോൾ ഇനി ഇത് നമ്മൾ ഓരോന്നായിട്ട് വറുത്തെടുക്കാം. തനിച്ച് വറുത്തെടുക്കണം, അല്ലെങ്കിൽ ഇത് ശരിയാവില്ല. ആദ്യം തന്നെ നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഈ തോരൻ പരിപ്പൊന്ന് നല്ലപോലെ വറുത്തെടുക്കാം. ചെറിയ ചൂടിൽ വേണം വറുക്കാൻ, കുറച്ച് നേരം പിടിക്കും. അപ്പോൾ നമുക്കത് വറുത്തെടുക്കാൻ നോക്കാം. അപ്പം ഒരിത്തിരി നെയ്യ് ഒഴിക്കാം. 1/2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ആദ്യം തന്നെ നമുക്ക് തുവരം പരിപ്പ് അതൊരു 4 ടേബിൾ സ്പൂൺ, ഈ ടേബിൾ സ്പൂണിൽ 4 ടേബിൾ സ്പൂൺ തുവരം പരിപ്പ് എടുത്തിട്ടുണ്ട്. സിമ്മിൽ വെച്ച് വറുത്തെടുക്കണം. തുവരം പരിപ്പ് വറക്കാൻ കുറച്ച് ലേറ്റാവും. അപ്പം നമ്മൾ സിമ്മിൽ വെച്ചാലേ അത് ഫുള്ളായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ എത്രത്തോളം നന്നായി വറക്കണോ അത്രത്തോളം പരിപ്പ് പൊടിക്ക് ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ കുറച്ച് ലേറ്റാവും വറക്കാൻ. ചെറിയ ചൂടിലേ വറക്കാൻ പറ്റുള്ളൂ. A few minutes later. ഇപ്പോൾ നല്ല പോലെ ചുമന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ചെറുപരിപ്പ് ഒന്ന് വറുത്തെടുക്കാം. ചെറുപരിപ്പ് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ കൂടെ ഓരോന്ന് കാണാതെ, അത് പൊട്ടുകടലയാണ്. ഞാൻ ഒരേ പാത്രത്തിൽ വെച്ചത് കൊണ്ട് ഓരോന്ന് അതിൽ വീണതാണ്, വേറൊന്നുമില്ല. അതും വേണ്ട തന്നെയാണ്, വറക്കേണ്ടത് തന്നെയാണ്. ഇത് നല്ലപോലെ നല്ല വറുത്ത് കിട്ടിയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം നമ്മൾ 4 സ്പൂൺ തുവരം പരിപ്പ് എടുത്തു, അതേ 4 സ്പൂണാണ് ചെറുപരിപ്പ് എടുത്തിരിക്കുന്നത്. ഇതേ ടേബിൾ സ്പൂണിന് ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഉഴുന്ന് പരിപ്പ് അത് 4 സ്പൂണ്, ഇത് 2 സ്പൂൺ. ഉഴുന്ന് പരിപ്പ് 2 സ്പൂൺ മാത്രം ഇട്ടാൽ മതി. ഉഴുന്ന് നല്ലപോലെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേറെ പാത്രത്തിൽ മാറ്റാം. ഇനി അടുത്തത് കടലപ്പരിപ്പ് ഒരു 4 ടേബിൾ സ്പൂൺ, അതേ സ്പൂണിന് 4 ടേബിൾ സ്പൂൺ. കടലപ്പരിപ്പ് നല്ലപോലെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തത് പൊട്ടുകടല അല്ലെങ്കിൽ ഉടച്ച കടല എന്ന് പറയും. അത് 3 ടേബിൾ സ്പൂൺ, 3 ടേബിൾ സ്പൂണാണത്. നല്ലപോലെ ഉടച്ച കടല നല്ലപോലെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതും വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി 10 മുളക് എടുത്തിട്ടുണ്ട്. അതിനെ നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. അതിൻ്റെ കൂടെ കരിവേപ്പിലയും ഇടാം. നല്ലപോലെ ചൂടാക്കി എടുക്കട്ടെ. വെയിലത്ത് വെച്ച് കരിവേപ്പില ഉണക്കുകയാണെങ്കിൽ നല്ലതാണ്. എൻ്റെ അടുത്തൊക്കെ ഉണങ്ങിയിട്ടില്ലായിരുന്നു കുറച്ച്, പിന്നെ ഒന്ന് ഇതിലിട്ടൊന്ന് ചൂടാക്കി. മുളകൊന്ന് നല്ലപോലെ ഒന്ന് ഇതായിട്ട് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം, കരിയാതെ, ആ ചുമപ്പ് പോവാതെ.
ചൂടായാൽ മതി മുളക്. ഞാൻ കരിവേപ്പിലയും മുളകും വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാൻ 10 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി തോലോടെ ഇടിച്ചതാണ്. അതിനെ ഒന്ന് നല്ലപോലെ ചൂടാക്കിയെടുക്കാം. തോലിലാണ് സത്ത്, അതുകൊണ്ടാണ് തോലോടെ ഞാൻ ഇടിച്ചത്. നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് വെളുത്തുള്ളി. ഇനി നമ്മളത് വേറെ പാത്രത്തിൽ മാറ്റാം. മാറ്റിയിട്ട് പെരിങ്കായം ഒന്ന് ചൂടാക്കിയെടുക്കാം. എൻ്റെ അടുത്ത് പൊടിയില്ലാത്തതുകൊണ്ട് ഞാൻ കട്ടി പെരിങ്കായം എടുത്തിരിക്കണേ. അതിനെ നമ്മൾ നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതിനെ മാറ്റിയെടുക്കാം. ഇപ്പം നമ്മൾ ഇതെല്ലാം തനിച്ച് വറുത്തെടുത്തു. നല്ല പോലെ ആറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നല്ല പോലെ പൊടിച്ചെടുക്കാം. പൊടിച്ച് അരിച്ചെടുക്കാം. ഉപ്പും കൂട്ടണം. ആവശ്യത്തിന് ഉപ്പും കൂട്ടി പൊടിച്ചെടുക്കാം. A few minutes later. ഇപ്പം ഒന്ന് അരച്ചു, ഒന്ന് പൊടിച്ചിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ടു. ഈ ചെറിയ സ്പൂണിൽ ഒരു സ്പൂണ് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്കൊന്ന് പൊടിച്ചിട്ട് ഉപ്പുണ്ടോ നോക്കിയിട്ട് പിന്നെ ഉപ്പിടാം. നല്ലപോലെ പൊടിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിനെ ചലിച്ചെടുക്കാം. നമ്മൾക്ക് ഇപ്പോൾ മിക്സി ജാറിലിട്ട് നല്ലപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. പൊടിച്ച് ജല്ലടയിൽ നല്ലപോലെ ചലിച്ച് അതിൻ്റെ ലാസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചമ്മന്തി അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് അരയ്ക്കാൻ യൂസ് ആവും. ബാക്കി പരിപ്പ് പൊടി റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് സർവിങ് ഡിഷിലോട്ട് മാറ്റിയെടുക്കാം. ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു പരിപ്പ് പൊടി റെഡി ആയിട്ടുണ്ട്. അതിന് നമുക്ക് കൂട്ടി കഴിക്കാനായിട്ട് നല്ലെണ്ണ യൂസ് ചെയ്യണം. നല്ലെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. ചോറ് ഇതിൻ്റെ കൂടെ നമുക്ക് ചോറിൻ്റെ കൂടെ ഒരു സ്പൂണ് പരിപ്പ് പൊടി ഇട്ടിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ലൈറ്റായിട്ട് ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് കൂട്ടിക്കുഴച്ച് ഉണ്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതൊരു ആന്ധ്ര റെസിപ്പിയാണ്. ഇതിപ്പോൾ ആന്ധ്ര സൈഡിലൊക്കെ ഇതാദ്യം തന്നെ ഇതാണ് നമുക്ക് തരിക. എന്നിട്ടാണ് നമുക്ക് സാമ്പാറും ചോറൊക്കെ തരിക. അതുകൊണ്ട് നല്ലൊരു എരിവുള്ളതുമാണ്, പക്ഷെ നല്ല ടേസ്റ്റുള്ള ഒരു ഡിഷാണ്. ഇത് നിങ്ങൾ ഈസി ആയിട്ടുള്ളതാണ്. ഇത് നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കൂ. ചെയ്തിട്ട് എനിക്ക് കമൻസ് അറിയിക്കൂ. ഇനി അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.